ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് പോഹ അല്ലെങ്കിൽ അവൽ ഉപ്മാവ് തയ്യാറാക്കാം. ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചൊന്ന് മടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് അവൽ ഉപ്മാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ അവൽ ഉപ്മാവിന് വേണ്ടിയിട്ട് 1.25 കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള അവൽ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തീരെ കനം കുറഞ്ഞ അവൽ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകുന്ന ഉടനെ തന്നെ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം തിക്നെസ്സുള്ള അവൽ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൽ ഞാനിവിടെ ഒരു സ്ട്രെയിനറിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് ഊറ്റിക്കളയണം. ഇതൊരു മഹാരാഷ്ട്രീയൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിതൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഈ പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ അവലുപ്മാവിൽ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ചേർക്കുക. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ നമുക്ക് ഈ ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അതിനെ കാന്ത പോഹ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഈ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ എണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ചേർത്തത്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാളയാണ് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ പോഹയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം സവാളയിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് പീനട്ട്സാണ് ഞാനിപ്പോൾ ചേർത്തത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം പീനട്ട്സ് ചേർത്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്ന പീനട്ട്സാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ്. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന അവലാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1.25 കപ്പ് അവലുണ്ടിത്. ഇത് നല്ലതുപോലെ ഒന്ന് സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള അവൽ ഉപ്മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് അവൽ ഉപ്മാവൊക്കെ തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അവൽ ഉപ്മാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.